വിവാദ നിയമനം ചീഫ് സെക്രട്ടറി അന്വേഷിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. നിയമനങ്ങളിലെ സ്വജനപക്ഷപാതം തടയാൻ നിയമനിർമ്മാണം നടത്തും. നിയമനങ്ങൾക്ക് വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാക്കും. വിവാദ നിയമന വാർത്ത വന്ന ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗമായതിനാൽ നിയമന വിഷയം തന്നെയായിരുന്നു മന്ത്രിസഭായോഗത്തിലെ പ്രധാന അജണ്ട. നിയമനങ്ങളിലെ സ്വജനപക്ഷപാതം തടയുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നിയമനങ്ങളെ സംബന്ധിച്ച് ഉയർന്നുവന്ന ആക്ഷേപങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് നൽകിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ തസ്തികകളിലെ നിയമനങ്ങൾക്ക് വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാക്കും. ദേശീയ തലത്തിലടക്കമുള്ള സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ടായിരിക്കും ഇനി മുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നേടുന്നവർക്കും വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ലോക്കൽ ഗവൺമെന്റ് കമ്മീഷൻ പുനഃസംഘടിപ്പിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബന്ധു നിയമന വിവാദത്തിൽ ഇ.പി. ജയരാജനെതിരെ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവ് വിജിലൻസ് ഡയറക്ടർ നാളെ പുറപ്പെടുവിപ്പിക്കും. ജീവൻ ചേരുന്നു. ജീവൻ, വാർത്തയുടെ വിവരങ്ങൾ. രാവിലെ മുതൽ നിയമവൃത്തങ്ങളുമായി കൂടിക്കാഴ്ചയിലായിരുന്നു ജേക്കബ് തോമസ്. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് വക്കം ശശീന്ദ്രൻ, അഡീഷണൽ ഡയറക്ടർ കെ.ഇ. ബാബു, ലീഗൽ അഡ്വൈസർ സി.സി. അഗസ്റ്റിൻ, അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർ ചെറുന്നൂർ ഉണ്ണികൃഷ്ണൻ എന്നിവരുമായി ഒന്നിലേറെ തവണ ജേക്കബ് തോമസ് കൂടിക്കാഴ്ച നടത്തി. ഇ.പി. ജയരാജനെതിരായ പരാതിയിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്നാണ് നിയമവൃത്തങ്ങൾ വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ നിയമോപദേശം. എന്നാൽ പൊതുമേഖലാ സ്ഥാപന മേധാവിമാരെ നിയമിക്കുന്നത് റിയാബാണെന്നിരിക്കെ മന്ത്രിക്കെതിരായ തെളിവ് കണ്ടെത്താൻ കഴിയുമോ എന്ന ആശങ്ക വിജിലൻസിനുണ്ട്. പരാതിയുടെ ഇരുവശങ്ങൾ പരിശോധിച്ചെങ്കിലും ലളിതകുമാരി കേസിന്റെ അടിസ്ഥാനത്തിൽ പരാതിയുണ്ടെങ്കിൽ അന്വേഷണം നടത്തിയേ മതിയാവൂ എന്നതാണ് നിയമം. കൂടാതെ മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്വകാര്യ പരാതി വിജിലൻസ് കോടതി മുമ്പാകെയുണ്ട്. നാളെ ഹർജി പരിഗണിക്കുമ്പോൾ പ്രാഥമിക അന്വേഷണത്തിന് തീരുമാനിച്ചതായുള്ള ഡയറക്ടറുടെ അറിയിപ്പ് കോടതിയെ അറിയിക്കും. വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2-നാണ് നിലവിൽ കേസന്വേഷണം കൈമാറിയിരിക്കുന്നതെങ്കിലും നാളെ രാവിലെ വിജിലൻസ് ആസ്ഥാനത്ത് ചേരുന്ന ഉന്നതതല യോഗത്തിനു ശേഷമാവും അന്വേഷണ വിശദാംശങ്ങൾ തീരുമാനിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തമ്മിൽ AKG സെന്ററിൽ കൂടിക്കാഴ്ച നടത്തി. നാളെ നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിന് മുന്നോടിയായിട്ടാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BJP ഹർത്താലിൽ സംസ്ഥാന വ്യാപകമായ ആക്രമണം. വിവിധയിടങ്ങളിൽ വാഹനങ്ങൾക്ക് നേരെ സമരക്കാർ ആക്രമണം നടത്തി. മെഡിക്കൽ ഷോപ്പുകളടക്കം തുറന്നു പ്രവർത്തിച്ച കടകൾ ബലമായി അടപ്പിച്ചു. തൃശൂരിൽ അഴീക്കോടൻ സ്മാരകം തകർത്തു. വിവിധയിടങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയും BJP പ്രവർത്തകരുടെ ആക്രമണമുണ്ടായി. BJP ഹർത്താലിൽ സംസ്ഥാനത്തുടനീളം വ്യാപക ആക്രമണങ്ങളാണ് ഉണ്ടായത്. ഹർത്താലിനോട് സഹകരിക്കാത്തവർക്കു നേരെ പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. തൃശൂർ ചെട്ടിയങ്ങാടിയിൽ അഴീക്കോടൻ രാഘവൻ സ്മാരകം BJP പ്രവർത്തകർ അടിച്ചു തകർത്തു. അന്തരിച്ച CPIM നേതാവ് KK മാമുക്കുട്ടിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുള്ള ബോർഡുകളും പുകസ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നിർമ്മിച്ച ശില്പങ്ങളും പ്രവർത്തകർ തകർത്തു. കോഴിക്കോട് കുന്നമംഗലത്ത് വിവാഹ സംഘത്തെ കയ്യേറ്റം ചെയ്ത് അവർ സഞ്ചരിച്ചിരുന്ന കാർ തകർത്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ CPIM, DYFI, CITU കൊടിമരങ്ങളും പ്രചരണ ബോർഡുകളും നശിപ്പിച്ചു. കൊച്ചിയിലും സമാന സംഭവമുണ്ടായി. കൊല്ലം തടവയിൽ വാഹനങ്ങൾ തകർത്തു. തിരുവനന്തപുരത്ത് DYFI പെരുന്താന്നി ലോക്കൽ കമ്മിറ്റിയുടെ ആംബുലൻസ് തകർത്ത് ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചു. വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞ പ്രവർത്തകർ ടയറിലെ കാറ്റൂരി വിടുകയും യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കിവിടുകയും ചെയ്തു. തുറന്നു പ്രവർത്തിച്ചിരുന്ന മെഡിക്കൽ ഷോപ്പുകൾ പ്രവർത്തകർ ബലമായി അടപ്പിച്ചു. BJP പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിലും ആക്രമണമുണ്ടായി. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച പ്രവർത്തകർ UNAയുടെ ക്യാമറ എറിഞ്ഞു തകർത്തു. O. രാജഗോപാൽ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ആക്രമണം. കോഴിക്കോട്, തൃശൂർ, ചേർത്തല തുടങ്ങിയവിടങ്ങളിലും മാധ്യമപ്രവർത്തകരെ BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സംസ്ഥാനത്തുടനീളമുണ്ടായി. പ്രശ്നസാധ്യത കണക്കിലെടുത്ത് എല്ലായിടങ്ങളിലും പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു. അതേസമയം ഹർത്താലിൽ KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ലെങ്കിലും സ്വകാര്യ ഇരുചക്രവാഹനങ്ങൾ നിരത്തിലിറങ്ങി. പോലീസിന്റെയും മറ്റു സന്നദ്ധ സംഘടനകളുടെയും സമാന്തര സർവീസുകളും നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കണ്ണൂരിൽ ഹർത്താലിനോട് തടുപ്പൻ പ്രതികരണമാണുള്ളത്. കടകൾ തുറന്നു പ്രവർത്തിക്കുന്നു. ജോഷ്ല ചേരുന്നു. ജോഷ്ല, കണ്ണൂരിലെ ഹർത്താലിനെ കുറിച്ച്. BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ കണ്ണൂരിൽ കാര്യമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പ്രത്യേകിച്ച് സംഭവം നടന്ന ധർമ്മടം മണ്ഡലത്തിൽ ജനങ്ങൾ ഹർത്താലിനെ അവഗണിക്കുന്ന അവസ്ഥയായിരുന്നു. കടകമ്പോളങ്ങളെല്ലാം തുറന്നു കിടന്നു. പിണറായിലും പേർലശ്ശേരിയിലും ഹർത്താൽ ബാധിച്ചതേയില്ല എന്ന് വേണം പറയാൻ.
ധൻരാജ് വധമടക്കമുള്ള സംഭവങ്ങൾക്ക് ശേഷം ശാന്തമായ കണ്ണൂരിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം മോഹനെ RSS വെട്ടിക്കൊന്നതോടെയായിരുന്നു വീണ്ടും സംഘർഷാവസ്ഥയുണ്ടായത്. ഇത് RSS സംഘപരിവാർ സംഘടനകളുടെ ബോധപൂർവമായ അജണ്ടയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾ ഹർത്താലിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഇതായിരുന്നു കണ്ണൂരിൽ നമുക്ക് പ്രത്യേകിച്ച് ധർമ്മട മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. സ്ത്രീകളടക്കം റോഡിലിറങ്ങി വിലാപയാത്രയ്ക്കിടെ തലശ്ശേരിയിൽ NE ബാലറാം മന്ദിരത്തിന് നേരെ RSS ആക്രമണം നടത്തി. അതുപോലെ തന്നെ പിണറായിയിൽ വിലാപയാത്ര എത്തിയപ്പോൾ പ്രകോപനമുണ്ടാക്കും വിധം അസഭ്യവർഷം നടത്താനും RSS പ്രവർത്തകർ ശ്രമിച്ചു. എന്നാൽ പിണറായിലടക്കം സംഘർഷാവസ്ഥയൊന്നും ഉണ്ടായില്ല. വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് IG ദീനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നടന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ മറ്റ് സംഘർഷാവസ്ഥകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ധന്യ. ജോഷ്ല, കൂടാതെ കണ്ണൂരിൽ SDPI പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചിട്ടുണ്ട്. അതിൽ 2 പേരെ അറസ്റ്റ് ചെയ്തെന്നും വാർത്തകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി. ധന്യ, 2 പേരെ അറസ്റ്റ് ചെയ്തത് മോഹനന്റെ വധവുമായി ബന്ധപ്പെട്ട് CPIM ലോക്കൽ കമ്മിറ്റി അംഗം മോഹനെ വെട്ടിക്കൊന്നതോടുകൂടിയാണ് കണ്ണൂരിൽ സംഘർഷാവസ്ഥ ഉണ്ടായതെന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. മോഹനൻ വധക്കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോലീസ് FIRൽ പേരുണ്ടായിരുന്ന രൂപേഷ് രാഹുൽ എന്ന RSS പ്രവർത്തകരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. RSS കാര്യാലയം പള്ളിക്കുന്നിലെ RSS കാര്യാലയത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് ഇവരെ പിടികൂടാനായത്. ഇവരെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞുള്ളത്. അതേസമയം ഇന്ന് ഉച്ചയോടുകൂടി കണ്ണൂർ സിറ്റിയിൽ SDPI പ്രവർത്തകൻ കുത്തേറ്റ് മരിക്കുന്ന അവസ്ഥയുണ്ടായി. കണ്ണൂർ സിറ്റി സ്വദേശിയായ അബ്ദുൾ റൌഫ് കണ്ണൂർ സിറ്റി സ്വദേശിയായ ഫാറൂഖിനെയാണ് കുത്തിക്കൊന്നത്. അബ്ദുൾ റൌഫ് എന്ന കട്ടർ റൌഫാണ് ഫാറൂഖിനെ വെട്ടിയത്. AKG ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ഫാറൂഖ് മരിച്ചിരുന്നു. SDPI മീർച്ച യൂണിറ്റ് പ്രസിഡന്റാണ് ഫാറൂഖ്. മുസ്ലിം ലീഗ് പ്രവർത്തകനായ റൌഫ് ആണ് ഇദ്ദേഹത്തെ കുത്തിക്കൊന്നത്. ഇത് ഹർത്താലിന്റെ മറവിൽ പ്രകോപനം സൃഷ്ടിക്കാനും കണ്ണൂരിൽ സംഘർഷാവസ്ഥ എന്ന ചിത്രം ഉണ്ടാക്കാനും ഇത്തരത്തിൽ മുസ്ലിം ലീഗ് അടക്കം UDF അടക്കം കൂട്ടുനിൽക്കുന്ന ഒരു അവസ്ഥയായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും കണ്ണൂരിൽ മറ്റ് അക്രമ സംഭവങ്ങളൊന്നും തന്നെ നിലനിന്നില്ല. കണ്ണൂർ സിറ്റിയിൽ SDPI ലീഗ് സംഘർഷം ഉണ്ടായി എന്നതൊഴിച്ചാൽ മറ്റ് സംഘർഷാവസ്ഥയൊന്നും കണ്ണൂരിൽ ഉണ്ടായിട്ടില്ല. ധന്യ. PV ജോഷ്ലയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ വർഷത്തെ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം അമേരിക്കൻ സാഹിത്യകാരൻ ബോബ് ഡിലന്. അമേരിക്കൻ കാവ്യശാഖയ്ക്ക് നൽകിയ സംഭാവനകൾ ബോബ് ഡിലന് പുരസ്കാരം സമ്മാനിക്കുന്നത്. ഭീകരവാദത്തിൽ പാകിസ്ഥാനെതിരെ അമേരിക്കയുടെ ശക്തമായ മുന്നറിയിപ്പ്. ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ പാകിസ്ഥാൻ നടപടി സ്വീകരിക്കണമെന്ന് അമേരിക്ക. തീവ്രവാദ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണമെന്നും അമേരിക്ക. അതേസമയം ഭീകരവാദികൾക്കെതിരെ നടപടിയെടുക്കാത്ത പാക് സർക്കാരിനും സൈന്യത്തിനുമെതിരെ വിമർശനവുമായി പാകിസ്ഥാനിലെ മുൻനിര ദിനപത്രമായ ദിനേശൻ രംഗത്തെത്തി. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിന്റെ ഉദാഹരണമാണ് ഉറി ആക്രമണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്ക ഇന്ത്യക്കുള്ള പിന്തുണ പരസ്യമാക്കിയത്. ഇതിനെതിരെ സ്വയം പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്ന് വൈറ്റ് ഹൌസ് വക്താവ് അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന സംഘർഷങ്ങൾക്ക് കാശ്മീർ വിഷയവുമായി ബന്ധമുണ്ടെന്ന പാക് വാദവും വൈറ്റ് ഹൌസ് വക്താവ് തള്ളി. തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ നടപടി പാകിസ്ഥാൻ എടുക്കണം. മുംബൈ ഭീകരാക്രമണത്തിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാൻ പോലും പാകിസ്ഥാന് കഴിയുന്നില്ലെന്നും അമേരിക്ക കുറ്റപ്പെടുത്തി. സർജിക്കൽ അറ്റാക്കിന് ശേഷം ഇത് 2ാം തവണയാണ് അമേരിക്ക ഇന്ത്യക്കുള്ള പിന്തുണ അറിയിക്കുന്നത്. അതേസമയം പാക് സർക്കാരിനെതിരെ പാക് മാധ്യമങ്ങളും രംഗത്തെത്തി. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സെയ്ദ്, ജെയ്ഷ മുഹമ്മദ് തലവൻ മസൂദ് അസറിനുമെതിരെ എന്തുകൊണ്ട് സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന് ചോദിച്ച് പാകിസ്ഥാനിലെ മുൻനിര പത്രമായ ദി നേഷൻ മുഖപ്രസംഗം എഴുതി. ദേശീയ സുരക്ഷയ്ക്ക് അപകടമുണ്ടാക്കുന്ന ഇവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം മാധ്യമപ്രവർത്തനം എങ്ങനെയെന്ന് പഠിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ദി നേഷൻ കുറ്റപ്പെടുത്തി. സൈന്യവും സർക്കാരും തമ്മിലുള്ള ഭിന്നത വാർത്തയാക്കിയ ഡോൺ ദിനപത്രത്തിലെ മാധ്യമപ്രവർത്തകന് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതും മാധ്യമങ്ങൾ വിമർശിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തയിലേക്ക്. ബ്രിക്സ് രാജ്യാന്തര ഉച്ചകോടിക്ക് മറ്റന്നാൾ ഗോവയിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിലെത്തും. 4 ദിവസം തങ്ങുന്ന പുടിൻ 17ാമത് ഇന്ത്യ-റഷ്യ വാർഷിക ഉച്ചകോടിയിലും പങ്കെടുക്കും. ചൈനീസ് പ്രസിഡന്റ് ശനിയാഴ്ച ഗോവയിലെത്തും. 5 രാഷ്ട്രതലവന്മാരാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. 2016 8ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യയാണ് ആതിഥ്യം വഹിക്കുന്നത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഗോവയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ
ബ്രിക്സ് രാഷ്ട്രങ്ങളായ ബ്രസീൽ, ചൈന, റഷ്യ, സൗത്ത് ആഫ്രിക്ക രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച വരെ ഇന്ത്യയിലുള്ള പുടിൻ ഇന്ത്യ-റഷ്യ വാർഷിക ഉച്ചകോടിയിലും പങ്കെടുക്കുന്നുണ്ട്. സുരക്ഷ, പ്രതിരോധം, വാണിജ്യം സംബന്ധിച്ച നിർണായകമായ ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തും. ഞായറാഴ്ച നരേന്ദ്രമോദിയും പുടിനും തമ്മിൽ പ്രത്യേക ചർച്ചയുണ്ട്. ഉച്ചകോടിക്കെത്തുന്ന ചൈനീസ് പ്രസിഡന്റുമായി ശനിയാഴ്ച മോദി കൂടിക്കാഴ്ച നടത്തും. തീവ്രവാദത്തിനെതിരെ ഇന്ത്യ നടത്തുന്ന പോരാട്ടത്തിന് ചൈനയുടെ പിന്തുണ വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടും. കൂടാതെ ബ്രിക്സ് ഉച്ചകോടിയിൽ തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യവും ഇന്ത്യ ഉന്നയിക്കുന്നുണ്ട്. പ്രമേയം പാസാക്കാനും സാധ്യതയുണ്ട്. അതേസമയം ഇന്ത്യ-പാക് തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഗോവയിൽ സുരക്ഷ ശക്തമാക്കി. സൈന്യത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും ഉച്ചകോടി നടക്കുന്ന വേദികളെല്ലാം. ന്യൂസ് ബ്യൂറോ, ദില്ലി. മെഡിക്കൽ പ്രവേശനം സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവ് കണ്ണൂർ കരുണ മാനേജ്മെന്റുകൾ ലംഘിച്ചു. പ്രവേശന പരീക്ഷാ കമ്മീഷണർ കോടതിയെ അറിയിച്ചതാണ് ഇക്കാര്യം. സ്പോട്ട് അഡ്മിഷനുമായി സഹകരിക്കാനുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം കണ്ണൂർ മാനേജ്മെന്റ് പാലിച്ചില്ല. കരുണയിൽ യോഗ്യതയില്ലാത്ത 30 കുട്ടികൾക്ക് പ്രവേശനം നൽകിയെന്ന് കണ്ടെത്തിയതായും പ്രവേശന പരീക്ഷാ കമ്മീഷണർ കോടതിയെ അറിയിച്ചു. ഇക്കാര്യം സംബന്ധിച്ച് സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. പ്രവേശന പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന സ്പോട്ട് അഡ്മിഷനിൽ പ്രവേശന നടപടികൾ സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ കണ്ണൂർ കരുണ മാനേജ്മെന്റുകളോട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ ഉത്തരവ് മാനേജ്മെന്റുകൾ ലംഘിച്ചതായാണ് പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചത്. കണ്ണൂർ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് രേഖകൾ ഹാജരാക്കാനോ സഹകരിക്കാനോ തയ്യാറായില്ല. കരുണ മാനേജ്മെന്റ് പ്രവേശന നടപടികളിൽ കൃത്രിമം നടത്തിയതായി കമ്മീഷണർ കോടതിയെ അറിയിച്ചു. അയോഗ്യരായ 30 കുട്ടികൾക്ക് മാനേജ്മെന്റ് പ്രവേശനം നൽകിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. കമ്മീഷണർ ഇക്കാര്യങ്ങൾ കോടതിയെ അറിയിച്ചപ്പോൾ വിശദീകരിക്കാൻ മാനേജ്മെന്റുകൾ ശ്രമിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല. അടുത്ത ബുധനാഴ്ചക്കകം നിലപാട് അറിയിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. മെഡിക്കൽ പ്രവേശന നടപടികളിൽ കൃത്രിമം നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് കണ്ണൂരിലെയും കരുണയിലെയും പ്രവേശന നടപടികൾ ജെയിംസ് കമ്മിറ്റി നേരത്തെ തടഞ്ഞിരുന്നു. ഇതിനെതിരെ ഇരു മാനേജ്മെന്റുകളും സമർപ്പിച്ച ഹർജിയിലായിരുന്നു സ്പോട്ട് അഡ്മിഷനുമായി സഹകരിക്കാൻ ഹൈക്കോടതി മാനേജ്മെന്റുകളോട് നിർദ്ദേശിച്ചത്. ഈ ഉത്തരവ് മാനേജ്മെന്റുകൾ ലംഘിച്ചതായാണ് കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോൺഗ്രസ് അനുഭാവിയായ PFC ചെയർമാന് അനർഹമായ പെൻഷൻ അനുവദിച്ച മുൻ സർക്കാർ ഉത്തരവ്. PFC ചെയർമാൻ KS രാധാകൃഷ്ണനാണ് സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് ഉയർന്ന പെൻഷൻ നൽകാൻ 2013 UDF സർക്കാർ ഉത്തരവിട്ടത്. വിരമിക്കൽ പ്രായം നിയമവിരുദ്ധമായി 1.5 വർഷം നീട്ടി നൽകുകയും ചെയ്തു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ റീഡർ തസ്തികയിലിരിക്കെയാണ് ഡെപ്യൂട്ടേഷനിൽ KS രാധാകൃഷ്ണൻ കാലടി സർവകലാശാലയിൽ VC ആകുന്നത്. സർവീസ് 2.5 വർഷം ശേഷിക്കെ അദ്ദേഹം VC സ്ഥാനം ഒഴിഞ്ഞു. തുടർന്ന് മാതൃവകുപ്പിലേക്ക് മടങ്ങിപ്പോകാതെ സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകി. ഇത് സർക്കാർ അനുവദിക്കുകയും ചെയ്തു. VC പദവിയിലിരിക്കെ അതേ തസ്തികയ്ക്ക് അനുസൃതമായ പെൻഷൻ ലഭിക്കാൻ ശ്രമം നടത്തിയെങ്കിലും നിയമാനുസൃതമല്ലാത്തതിനാൽ അന്നത്തെ LDF സർക്കാർ അത് തടഞ്ഞു. എന്നാൽ പിന്നീട് 2 വർഷവും 8 മാസത്തിനും ശേഷം UDF സർക്കാർ KS രാധാകൃഷ്ണനെ PSC ചെയർമാനാക്കി. വെറുതെ ഇരുന്ന കാലയളവും സർവീസ് ബ്രേക്കായി കണക്കാക്കി ഉയർന്ന പെൻഷൻ അനുവദിക്കുകയായിരുന്നു UDF സർക്കാർ. ഒപ്പം PSC ചെയർമാനായിരിക്കുന്ന കാലയളവും സർവീസായി പരിഗണിച്ചു. സർവീസ് ചട്ടങ്ങളുടെയും PSC ചട്ടങ്ങളുടെയും നഗ്നമായ ലംഘനമായിരുന്നു 2013 ജനുവരി 23 മന്ത്രിസഭാ തീരുമാനം. ഈ ഉത്തരവനുസരിച്ച് 30,000 രൂപയോളം പെൻഷൻ ലഭിക്കും. എന്നാൽ അർഹതപ്പെട്ട റീഡർ തസ്തികയിലെ പെൻഷനായിരുന്നെങ്കിൽ 23,000 രൂപയെ പെൻഷൻ ലഭിക്കുമായിരുന്നുള്ളൂ. അനർഹമായി ഉയർന്ന പെൻഷൻ ലഭിക്കുന്നതിനു വേണ്ടി KS രാധാകൃഷ്ണൻ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിന് 2 തവണ അപേക്ഷ നൽകിയിരുന്നു. അനുകൂല തീരുമാനമെടുക്കാൻ മന്ത്രി ഉത്തരവിട്ടെങ്കിലും ധനകാര്യ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിമാർ ഇതിനെ എതിർക്കുകയും നിയമവിരുദ്ധമാണെന്ന് കുറിപ്പെഴുതുകയും ചെയ്തു. ഇതിനെ മറികടന്നാണ് കോൺഗ്രസ് അനുഭാവിയായ KS രാധാകൃഷ്ണനു വേണ്ടി UDF സർക്കാർ വഴിവിട്ട നീക്കം നടത്തിയത്. മുൻ സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കിയില്ലെങ്കിൽ ലക്ഷങ്ങളുടെ അധിക ബാധ്യതയാവും സംസ്ഥാനത്തിനുണ്ടാവുക. KM ഉമേഷ്, കൊച്ചി. വാർത്തകളിലേക്ക്. കൊച്ചി കാക്കനാട് ചിൽഡ്രൻസ് ഹോമിൽ പെൺകുട്ടികൾ കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി. 4 മണിക്കൂറത്തെ അനുനയ ശ്രമത്തിനൊടുവിൽ പെൺകുട്ടികൾ താഴെ ഇറങ്ങി. തങ്ങൾ കടുത്ത മാനസിക പീഡനങ്ങൾക്കിരയാകുന്നു എന്നതടക്കം നിരവധി പരാതികൾ കുട്ടികൾ MLA അടക്കമുള്ള അധികൃതർക്ക് എഴുതി നൽകി. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഈ മാസം 16-ന് കുട്ടികളുമായി ചർച്ച നടത്തും. രാവിലെ 9:30യോടെയാണ് ചിൽഡ്രൻസ് ഹോമിലെ വാർഡന്റെയും കെയർടേക്കറുടെയും കണ്ണുവെട്ടിച്ച് 20 പെൺകുട്ടികൾ കെട്ടിടത്തിന്റെ 2ാം നിലയിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ചിൽഡ്രൻസ് ഹോം ജയിൽ പോലെയാണെന്നും രക്ഷിതാക്കളെ വിളിച്ചു വരുത്തണമെന്നുമായിരുന്നു കുട്ടികളുടെ പ്രധാന ആവശ്യം.
ഫയർഫോഴ്സും പോലീസും സാമൂഹ്യക്ഷേമ വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി അനുനയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും താഴെയിറങ്ങാൻ കുട്ടികൾ കൂട്ടാക്കിയില്ല. പ്രശ്നങ്ങൾ എന്തായാലും പരിഹരിക്കാമെന്ന സ്ഥലത്തെത്തിയ MLA PT തോമസ്, ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള, ADM, അഡീഷണൽ ജില്ലാ ജഡ്ജി എന്നിവർ നൽകിയ ഉറപ്പിന്മേൽ 4 മണിക്കൂറിന് ശേഷം കുട്ടികൾ താഴെ ഇറങ്ങുകയായിരുന്നു. കുട്ടികൾ ഇവർക്ക് തങ്ങളുടെ പരാതി എഴുതി നൽകി. MLA PT തോമസ്: ഈ സ്ഥാപനത്തിൽ ചില പോരായ്മകളുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കണം എന്നൊരാവശ്യം കുട്ടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒത്തിരി കുട്ടികളുടെ പഠനം മുടങ്ങിപ്പോയിട്ടുണ്ട്. അവർക്ക് തുടർന്ന് പഠിക്കണമെന്നുള്ള താല്പര്യം കുറേ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. 1. 2, അവർക്ക് ഇവിടെ മറ്റ് കലാകായിക സൗകര്യങ്ങൾ വേണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് രണ്ടാമത് അവർ ഉന്നയിച്ച കാര്യം. 3, പൂജ ഹോളിഡേയ്സ് അടക്കമുള്ള കാര്യങ്ങൾ സമുചിതമായി ആഘോഷിക്കണമെന്ന് കുട്ടികൾക്ക് താല്പര്യമുണ്ടായിരുന്നു. കുട്ടികളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി 16-ാം തീയതി ചിൽഡ്രൻസ് ഹോമിൽ വെച്ച് കളക്ടറുടെ നേതൃത്വത്തിൽ വിശദമായ യോഗം ചേരും. വീട്ടിൽ പോകണമെന്ന 5 കുട്ടികളുടെ ആവശ്യം അധികൃതർ അംഗീകരിച്ചു. കുട്ടികളോട് അപമര്യാദയായി പെരുമാറുന്ന 2 കെയർ ടേക്കർമാർക്കെതിരെ നടപടിയെടുക്കാനും തീരുമാനമെടുത്തു. 3 ദിവസം മുമ്പ് ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് 6 കുട്ടികൾ ചാടിപ്പോയിരുന്നു. ഇവരിൽ മുഴുവൻ പേരെയും കഴിഞ്ഞ ദിവസം കണ്ടെത്തി തിരികെ എത്തിച്ചിരുന്നു. ഈ കേസിലും അന്വേഷണം നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ശനിയാഴ്ച പാലക്കാട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വിതരണം ചെയ്യും. അവാർഡ് വിതരണത്തോടനുബന്ധിച്ച് സിനിമാരംഗത്തെ പ്രമുഖർ അണിനിരക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെ പാലക്കാടൻ കലകളുടെ അവതരണത്തോടെയാണ് 46ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങുകൾ ആരംഭിക്കുക. പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തയ്യാറാവുന്ന 4800 ചതുരശ്ര അടി വിസ്തീർണമുള്ള കൂറ്റൻ വേദിയിലാണ് പരിപാടികൾ. 48 അവാർഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യും. സംവിധായകൻ KG ജോർജിനുള്ള JC ഡാനിയൽ പുരസ്കാരമാണ് ആദ്യം നൽകുക. തിരുവനന്തപുരത്ത് നിന്ന് മാറി മറ്റു ജില്ലകളിലും അവാർഡ് വിതരണ ചടങ്ങ് സംഘടിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് സാംസ്കാരിക മന്ത്രി AK ബാലൻ പറഞ്ഞു. ഓരോ വർഷവും ഇങ്ങനെ മാറി മാറി ചലച്ചിത്ര പുരസ്കാര സമർപ്പണം നടത്തുന്നതായിരിക്കും നന്നാകുക. ഇപ്പം തന്നെ ഓരോ ജില്ലകളിൽ നിന്നും ഇതേ രൂപത്തിൽ മറ്റ് ജില്ലകളിലേക്കും അവസരം ലഭിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ചലച്ചിത്ര ലോകത്ത് 50 വർഷം പിന്നിട്ട മധു, KJ യേശുദാസ്, ശ്രീകുമാരൻ തമ്പി, ഷീല, ശാരദ, MK അർജുനൻ, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കും. ഗോൾഡൻ റീൽ പുരസ്കാരം നേടിയ റസൂൽ പൂക്കുട്ടിയും ആദരമേറ്റുവാകും. ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ അണിനിരക്കുന്ന ഗാനമേള, നൃത്തസന്ധ്യ, കോമഡി ഷോ എന്നിവയും അവാർഡ് വിതരണത്തോടനുബന്ധിച്ച് വേദിയിലെത്തും. അനുബന്ധ പരിപാടികളും പ്രദർശനങ്ങളും ശനിയാഴ്ച വരെ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാർത്തകളിലേക്ക്. കോൺഗ്രസിനെതിരെ കടുത്ത നിലപാടുമായി മുസ്ലിം ലീഗ്. ന്യൂനപക്ഷ വിഷയങ്ങളിലും നിയമസഭയിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനങ്ങൾക്കെതിരെയാണ് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുന്നത്. വിഷയം ചർച്ച ചെയ്യാൻ ലീഗിന്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ഈ മാസം 15-ന് ചേരും. ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഉൾപ്പെടെ UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകളോട് മുസ്ലിം ലീഗ് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. തീവ്രവാദത്തിനെതിരായ നടപടികളുടെ പേരിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ കോൺഗ്രസ് നേതൃത്വം ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ലെന്നാണ് ലീഗിന്റെ പരാതി. BJP പല നിലയിലും ശക്തിപ്പെടാൻ നോക്കുകയാണ് സ്റ്റേറ്റിൽ. അത് UDF കാണണം. UDF അതും ചർച്ച ചെയ്യണം. വോട്ട് LDFനെ മാത്രം കണ്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ BJP ശക്തിപ്പെടാൻ നോക്കുന്ന ഒരു സാഹചര്യം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് BJP ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും കാണണം. ഏക സിവിൽ കോഡ് വിഷയവും മുസ്ലിം ലീഗ് ഉയർത്തിക്കാട്ടുന്നുണ്ട്. സംസ്ഥാന നിയമസഭ നിരന്തരമായി സ്തംഭിപ്പിക്കുന്നതിനോടും ലീഗിന് യോജിപ്പില്ല. സ്വാശ്രയവും ബന്ധുനിയമനവും മാത്രമല്ല സംസ്ഥാനത്തെ പ്രധാന പ്രശ്നങ്ങൾ. ജനകീയ വിഷയങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാൻ അവസരമൊരുക്കണമെന്നും ലീഗ് നേതാക്കൾ ആവശ്യപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ PK കുഞ്ഞാലിക്കുട്ടി, KPM മജീദ്, ET മുഹമ്മദ് ബഷീർ തുടങ്ങിയ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിളിക്കാൻ തീരുമാനിച്ചു. ശനിയാഴ്ച കോഴിക്കോട്ടാണ് യോഗം. കോൺഗ്രസിന്റെ പ്രവർത്തന രീതിയിൽ നേരത്തെ തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്ന ലീഗ് പരാതിയുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.